ഹായ് ഹലോ വെൽക്കം ടു മാള സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയോ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ MOT മാൾ ഓഫ് ട്രാൻഗോറിലാണ്, ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മെയിനായിട്ട് പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല, ഫോട്ടോ എടുക്കണമെന്ന് മാത്രമല്ല. എൻ്റെ മോനെയും കണ്ട് കുറച്ച് ഫോട്ടോസും ക്രിസ്മസ് തീം റിലേറ്റഡ് ആയിട്ട് അവിടെ ഒരുപാട് ഡെക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാം ഒന്ന് പോയി കാണണം. ഹൈപ്പറിൽ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോക്കണം എന്നുണ്ട്. ഇപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്യാണ്. ഇതാണ് എൻ്റെ ചേച്ചി. എനിക്കൊരു ചാനലുണ്ട്. എന്റെ ചേച്ചി, എന്റെ അമ്മ മായാൻ ചെറിയ പറഞ്ഞൊരു ചാനലുണ്ട്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. അമ്മയുടെ ചാനലിന്റെ ഇതാണ്. അപ്പം എനിക്ക് വ്യൂവേഴ്സ് കുറവാണ്. കാണുന്നവരുണ്ടെങ്കിൽ അത് കൂടെ കയറി നോക്കുക. നമ്മുടെ വീട്ടില് അമ്മയുടേതായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അമ്മ ആ ചാനലിലായിരിക്കും ഇടുന്നത്. പിന്നെ എന്താണ്, എന്നെ ഇപ്പൊ കണ്ടാൽ എന്താ പറയാനാണ്, പ്രസവിച്ചു എന്നൊക്കെ തോന്നൂലല്ലോ അല്ലേ? എന്താ പറയുക, എനിക്ക് ബേസിക്കലി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്തോ ഇപ്പൊ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടോ, മാക്സിമം അങ്ങനെ തോന്നാതെ, മീൻസ് ശരീരമൊന്നും ഭയങ്കരമായിട്ട് കൂടാതെ ഒതുക്കി കൊണ്ടുപോകാന്നൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം കൂടുതൽ വിശേഷമൊക്കെ നമുക്ക് ഇനി വഴിയേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ജീൻസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, സൈസൊക്കെ കറക്റ്റാണ്. ഞാൻ കുറച്ച് മുന്നേ മെലിഞ്ഞിരുന്നു, പ്രഗ്നൻസിക്ക് മുന്നേ കുറച്ച് മെലിഞ്ഞായിരുന്നു. വീണ്ടും ആ പഴയ ജീൻസ് വാങ്ങിയപ്പോൾ ആ ഒരു അളവിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ആഫ്റ്റർ ഡെലിവറി. പക്ഷെ കൂടിയിട്ടൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ഇതൊക്കെ ബിഫോർ ഡെലിവറി എനിക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഐ എം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഇനി നമുക്ക് മാളിൽ പോയതിന് ശേഷം കാണാം. എൻ്റെ മോൻ ഭയങ്കര ഉറക്കത്തിലാണ്, തൊട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി വണ്ടി കയറിയതിന് ശേഷം കാണാം, അവിടെ പോയതിന് ശേഷം ബാക്കി. അങ്ങനെ നമ്മൾ മാളിലെത്തി. അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാ തിരക്കും ലുലു മാളിലാണെന്നാണ് തോന്നുന്നത്. ലുലുവിൽ ഇതുവരെ പോയില്ല, പോകണം. അമ്മയും ഞാനും ചെറിയ ബേബിയും എൻ്റെ ബ്രദറും ആയിട്ടാണ് വന്നത്. ലൈറ്റ് സെറ്റപ്പൊക്കെ ഇനി രാത്രി ആകുമ്പോഴായിരിക്കും ഭംഗി. ഇവിടെ ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ട്. ഈ ലൈറ്റൊക്കെ രാത്രി കത്തും. ഫുൾ മാള് ക്രിസ്മസ് വൈബിൽ വന്നിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. എനിക്ക് നമ്മുടെ MOTയുടെ ഫ്രണ്ടിനെ, എൻ്റെ ചെറിയ ബേബീനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഫിസ്പായും കൂടെ ചെയ്യണം. പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ ബേബീനെ വെച്ച് എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, സെയിം ജീൻസൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാനും കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. അകത്തോട്ട് കയറുന്നതിന് മുന്നേ എൻ്റെ ചെറിയ ബേബി ഉണർന്നു. അകത്ത് കയറിയപ്പോൾ അവൻ നല്ല കുട്ടിയായിരുന്നു. അവനിങ്ങനെ പുറത്ത് കൊണ്ടുവന്നതിൽ ഒരു സീനും ഇല്ല. അങ്ങനെ നമ്മൾ മാളിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ ചെറുക്കുട്ടി ഇതാ കണ്ടു. അവൻ എവിടെ ഇരുന്നാലും അവൻ്റെ സ്വഭാവം കാണിക്കും. പക്ഷെ മാളിൽ വന്നാൽ അവൻ ഓക്കെയാണ്, ബോയാണ്. അകത്ത് പക്ഷെ വിചാരിച്ച രീതിയിലുള്ളൊരു സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. അമ്മ എന്നെ വീഡിയോ എടുക്കുകയാണ്, ഞാൻ അമ്മയെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതെന്നുള്ളത്. വലിയ രീതിയിലുള്ള ഡെക്കേഴ്സും കാര്യങ്ങളൊന്നുമില്ല, തിരക്കില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ആ ഒരു സെറ്റപ്പിൽ ചെയ്തത്. സാധാരണ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടാണ് അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. പിന്നെ അവിടെ ഒരു വലിയ ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പാജി എടുത്ത് കൊണ്ടുപോയപ്പം ഇവൻ നോക്കുവാണ്. ഇവെല്ലാം ഭയങ്കര ഒബ്സർവേഷനാണ് കേട്ടോ. രാത്രിയിൽ ലൈറ്റൊക്കെ വന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവനെ എസ്കലേറ്ററിൽ കൊണ്ട് കയറേണ്ട ധൈര്യമൊക്കെ എനിക്കായി. ആദ്യം എനിക്ക് പേടിയായിരുന്നു ലിഫ്റ്റിലാണ് കൊണ്ട് കയറുന്നത്. ഇവന് ഞെരിപിരി സ്വഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴാണ് സ്വഭാവം പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ആൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഫുഡ് കോർട്ടിലാണ് നമ്മൾ ഫസ്റ്റ് പോയത്. എൻ്റെ അനിയൻ അവിടെ നിന്ന് ബെൽജിയൻ വാഫിൽ നിന്നൊരു വാഫിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തൊരു സ്റ്റോറിൽ നിന്ന് ഒരു കോൺ ഐസ്ക്രീം സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാനൊരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. സ്ട്രോബെറി കോണാണ്. സിംഗിൾ സ്കൂപ്പ് 80, 120, 160 എന്നൊക്കെ പല റേറ്റിലുണ്ട്. നിനക്ക് വേണോ? നിനക്ക് വേണോ? അക്കി വേണോടാ, അക്കി വേണോടാ, ഐക്രി വേണോടാ, ഐക്രി. മറിയുടെ ഐസ്ക്രീമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറാണ് സ്ട്രോബെറി. പിന്നെ എനിക്ക് ഐസ്ക്രീമിനേക്കാളും ആ ബിസ്ക്കറ്റ് കഴിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഐസ്ക്രീം ഞാൻ അമ്മയെ കൊണ്ട് മുഴുവൻ തിരിച്ചിട്ട് അവസാനം ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു. ഇനി അനിയൻ്റെ വാഫിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ബെൽജിയൻ വാഫിൾസ് എന്നൊരു വാഫിൾ. ഇതെന്ത് വാഫിളാണ്? ഫ്ലേവർ ട്രിപ്പിൾ ചോക്ലേറ്റ്.
ബബിൾ 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 ബബിളാ കടയുടെ ബോബ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്നൊരു ഷോപ്പാണ്. സ്ട്രോ കണ്ടോ, ബോബാസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ വലിയ സ്ട്രോയാണ്. അപ്പം ഇതെന്താണ് ഈ ബോബ ഷേക്ക്? എന്താണ് ഫ്ലേവർ? എന്താണ്? കുക്കി ആൻഡ് ക്രീം. കുടി പെട്ടെന്ന് കുടി. കൊള്ളാം. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ബോബ വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ബോബ ചൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചൂയിയാണല്ലോ, നല്ല രസമാണ്. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞു തന്നപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് ഒരു ബോബ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുവരെ എനിക്ക് മിൽക്ക് ഷേക്ക് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല രസമാണ് കേട്ടോ നമുക്കിങ്ങനെ ചൂ ചെയ്യാൻ. അമ്മയുടെ കയ്യിൽ നല്ല സന്തോഷമായിട്ടിരുന്ന ഒരുത്തൻ എന്നെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. അവന് പുറത്ത് പോകുമ്പോൾ അമ്മാമ്മ മതി, വീട്ടിലിരിക്കുമ്പോൾ ത്രൂ ഔട്ട് അമ്മ വേണം. പുറത്ത് പോകുന്ന സമയത്ത് ഉറക്കം വന്നാലും അവൻ അമ്മയെ വേണം. ബോബ ഷേക്കും വാഫിൾസും ഒക്കെ കഴിച്ച് ആകെപ്പാടെ മത്തായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഏരിയുള്ള കഴിക്കണം. മിക്കവാറും കറങ്ങിത്തിരിഞ്ഞ് KFCയിൽ പോയി നിൽക്കണ ലക്ഷണം എന്തെങ്കിലും കാണുന്നുണ്ട്. സബ്വേ ഇല്ല ചാർമിനാർ. നടന്ന് വലഞ്ഞൊരു പുതിയ ഔട്ട്ലെറ്റായ അജ്മീർ ബിരിയാണിയിൽ നമ്മൾ വന്ന് പെട്ടിട്ടുണ്ട്. അജ്മീർ ബിരിയാണിയിൽ നിന്ന് നമ്മളൊരു കടായി ചിക്കൻ നിങ്ങൾ കുടിക്കുന്നത് കടായി ചിക്കൻ കിഴി പൊറോട്ട വാങ്ങിക്കാൻ ഓർഡർ ചെയ്ത്. ഇത് ഷുഗർ കെയിനിൽ ഇത് പൈനാപ്പിൾ മിക്സിൻ്റെ ഒക്കെ എന്തൊരു സംഭവമാണ്. കുടിച്ച് നോക്കാം. പോരെ അവിടത്തെ അല്ലേ പണ്ടത്തെ മരുന്നിൻ്റെ ഒക്കെ ഒരു ചെവ കൊള്ളൂല. വെരി വെരി ബാഡ്. 0 റേറ്റ്. കരിമ്പിൻ ജ്യൂസാണ്, കരിമ്പിൻ ജ്യൂസ്. കൊള്ളൂലല്ലോ അത്, ഭയങ്കര മോശം. എത്ര രൂപ? 50? 80. അപ്പോൾ അതിനേക്കാൾ ആ കോൺ ഐസ്ക്രീം 80 രൂപയ്ക്കുള്ളത്. എത്ര? 80 രൂപയ്ക്ക് കോൺ ഐസ്ക്രീം ഉള്ളത്. കൊതിച്ച് കിഴി അങ്ങ് ചുരുങ്ങിപ്പോയി. ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. ഈ 3 പൊറോട്ടയ്ക്ക് 279 രൂപ. വളരെ നഷ്ടം. വെരി ബാഡ്. ക്വാണ്ടിറ്റി വൈസ് വെരി ബാഡ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാലും ഭയങ്കര നഷ്ടമാണ്. ഈ റേറ്റിന് ഭയങ്കര നഷ്ടമാണ്. നിന്റെ അഭിപ്രായം? കഴിക്കണം, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കമ്മ. ഇനി ഒരു വർഷമൊക്കെ ആകുമ്പം നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഇവിടോട്ടും കൂടെ ഒന്ന് ഡൈവേർട്ടായി പോകും. അല്ലേടാ, നിനക്ക് പോണ്ടേ? പ്ലേസിൽ പോണ്ടേടാ. എടി നോക്കണേ ഇങ്ങോട്ട്. എന്ന് ഫ്രെയിമിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഹലോ ഹലോ കുട്ടി, ഹലോ കുട്ടി, ഹലോ കുട്ടി. നമ്മൾ രാമചന്ദ്ര ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. ഒരു ട്രോളി എടുക്കാം നമുക്ക്. റൈറ്റ്, ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. 525 ഉണ്ടത് 425 ഉള്ളൂ. 125 ഉണ്ടത് 120, 105 ഉള്ളൂ. 240 ഉള്ളത് 199 ഉള്ളൂ. അങ്ങനെ എന്ത് പറയാനാണ്, കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ യോഗ ബാച്ച് ഓഫേഴ്സ്. കുറച്ച് സാധനങ്ങൾക്ക് നമുക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്ത ബ്രാൻഡ് സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ പുറത്ത് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ചില സംഭവങ്ങളൊക്കെ ഇത്തിരി കൂടെ ഫ്രഷ് ആയിരുന്നാലും കൊള്ളായിരുന്നു. ഫ്രൂട്ട്സിലാണ് പ്രത്യേകിച്ചും. വെജിറ്റബിൾസ് എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ, എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ എനിക്ക് അച്ചാറിടാനായിട്ട് നെല്ലിക്ക വാങ്ങണമായിരുന്നു. പിന്നെ ഇവൻ്റെ 3 months ഷൂട്ട് എടുക്കാനായിട്ട് ഓറഞ്ച് വാങ്ങാനാണ് വന്നത്. ഓറഞ്ച് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല, ഒട്ടും ഫ്രഷ് അല്ലായിരുന്നു. പിന്നെ
ക്യാരറ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം എടുത്ത് നമ്മൾ ബില്ല് ചെയ്തു. പിന്നെ ബില്ല് ചെയ്ത് പുറത്ത് വരുന്ന സമയമായപ്പോഴത്തേക്ക് നമ്മുടെ പുറത്തുള്ള ലൈറ്റ്സൊക്കെ ഓൺ ആയിട്ടുണ്ടായിരിക്കും എന്നറിയാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റാർസൊക്കെ ഒരു മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന സ്റ്റാർസൊക്കെ ലൈറ്റ്സൊക്കെ ഓൺ ആകുമ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടുത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് കണ്ടത്, അവിടുത്തെ ലൈറ്റ്സൊക്കെ ഓണായി. അപ്പം പുറത്ത് കാണാൻ കുറച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു സ്ലൈഡ് പോലെ ഒരു എന്താ പറയാനാണ് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്ലൈഡായിരുന്നു. പിന്നെ ഞാൻ ആ ആർച്ചിൻ്റെ അവിടെ പോയിരുന്നു നല്ല അടിപൊളിയായിട്ട് എൻ്റെ ബ്രദർ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അതിൻ്റെ അവിടേക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MOT വിശേഷം. അങ്ങനെ നമ്മൾ ഇന്നത്തെ MOTയിലെ ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പല്ലല്ലോ, MOTയിൽ വന്നൊരു വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വരാറായി. നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതെ എൻ്റെ ആൾക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.